തിരുവനന്തപുരം പൗടിക്കോണത്ത് താമസിക്കുന്ന അഭിജിത്ത് വിഷ്വൽ മീഡിയ രംഗത്ത് അറിയപ്പെടുന്ന ഛായാഗ്രാഹകനാണ്. വർണ്ണാഭമായ ജീവിത ചിത്രങ്ങളെ മനസ്സിൽ പതിപ്പിച്ച യൗവന ലക്ഷ്യങ്ങൾക്ക് വിഘാതമായി തീർന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. തീച്ചൂള സമാനമായ പരിശോധനകളിൽ നിന്ന് ദൈവം നടത്തിയ വിധങ്ങളെ നമ്മോട് പങ്കുവയ്ക്കുകയാണ് അഭിജിത്ത്. എൻ്റെ പേര് അഭിജിത്ത് മഹേന്ദ്ര എന്നാണ്. അഭിജിത്ത് എം എന്നാണ് സർട്ടിഫിക്കറ്റ് നെയിം എങ്കിലും അഭിജിത്ത് മഹേന്ദ്ര എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഞാനൊരു സിനിമാറ്റോഗ്രാഫറും കൂടെയാണ്. ദൈവം ഇത്രത്തോളം എന്നെ നടത്തി, അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും സാക്ഷ്യമെന്നൊക്കെ പറയുമ്പോൾ ദൈവം നമ്മളെ വിടിവിച്ചു, അല്ലെങ്കിൽ ഒരു രോഗത്തിൽ നിന്ന്, ഇങ്ങനെ ഒരു രോഗമുണ്ടായിരുന്ന ആ രോഗത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടിവിച്ചു, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഭയങ്കര പ്രശ്നത്തിലായിരുന്നു, അതിൽ നിന്നൊക്കെ വിടിവിച്ചു, അതിനുശേഷമായിരിക്കും എല്ലാവരും സാക്ഷ്യമെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും മനസ്സിലുണ്ടാകുന്ന, അത് സ്വാഭാവികം മറ്റങ്ങനെയായിരിക്കും. ഒരു സാക്ഷ്യമെന്ന് പറയുമ്പോൾ ഒരു വിടിവിച്ച ഒരു കഥയായിരിക്കും അതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ വിടിവിച്ച ഒരു വിടുതലിനെ കുറിച്ചായിരിക്കും എല്ലാവർക്കും പറയാനുണ്ടാവുക. എന്നാൽ നമ്മളെപ്പോഴും പറയുന്നുണ്ട്, പ്രശ്നങ്ങളിൽ കൂടെ നടക്കുമ്പോഴും കൂടെ നടക്കുന്നൊരു ദൈവം, അത് തന്നെയാണ് എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെയും സാമ്പത്തികപരമായിട്ടായാലും അല്ലാതെയും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കൂടെ നടക്കുന്നൊരു ദൈവമുണ്ട്. അതാണ് എൻ്റെ സാക്ഷ്യം എന്നുള്ളത്. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നൊരു വ്യക്തിയാണ്. കുടുംബം ആയി എല്ലാവരും, അച്ഛനും അമ്മയും സഹോദരി എനിക്കുണ്ട്, എല്ലാവരുമായി ഒരുമിച്ച് സ്നാനപ്പെടുവാനൊക്കെയും ദൈവം കൃപ തന്നു. ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ആ ഒരു കമ്മ്യൂണിറ്റിക്ക് അകത്ത് നിന്ന് തന്നെയാണ് ഞാൻ വരുന്നത്. എൻ്റെ കുഞ്ഞുനാളിലെ ഞാൻ ദൈവത്തെ അറിയാൻ ഇടയുണ്ടായി. എൻ്റെ അമ്മയ്ക്ക്, അതായത് എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് 8 മക്കളാണ്. അതിൽ 4ാമതാണ് എൻ്റെ അമ്മ ഉള്ളത്. 8 പെൺമക്കളാണ്. അത് അവിടെ നിന്ന് തുടങ്ങാം. എൻ്റെ അപ്പൂപ്പന് ആൺമക്കളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൺമക്കൾ വേണം എന്നുള്ള വലിയൊരു താല്പര്യത്തിലായിരുന്നു. പക്ഷേ 7 മക്കളായി, 7 മക്കളും പെൺമക്കളായി 8ാമതായി കാത്തിരുന്നു. 8ാമത്തതും പെണ്ണെന്നറിഞ്ഞപ്പോൾ അപ്പൂപ്പൻ ആദ്യം ചെയ്തത്, വീട്ടിൽ, കുടുംബ വീടാണ്, ഒരു 5-6 മുറികളൊക്കെ ഉള്ള ഒരു അത്യാവശ്യം പഴക്കമുള്ള പഴയൊരു വീടായിരുന്നു. ആ വീട്ടിൽ ഒരു ചെറിയൊരു മുറിക്കകത്തൊരു പൂജാമുറി പോലെ മറ്റ് ദൈവങ്ങളെ പടം ഇതെല്ലാം വച്ച് പൂജ ചെയ്യുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അപ്പൂപ്പൻ എന്ന് പറയുന്നത്. 8ാമതും പെണ്ണാണെന്നറിഞ്ഞപ്പോഴത്തേനും ഒരു ദൈവങ്ങൾക്കും എൻ്റെ ആഗ്രഹം നേടിത്തടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അപ്പൂപ്പൻ ആ ഫോട്ടോസ് എല്ലാം അടിച്ച് പൊട്ടിച്ച് ഒരു കുഴി ഒഴിച്ച് അതിൻ്റെ അകത്തിട്ട് മൂടി, എന്നിട്ടൊരു തെങ്ങും വച്ചു. നമ്മുടെ അമ്മാമ്മയ്ക്കാണ് ആ കഥ പറഞ്ഞു തരുന്നത്. ഞാനൊക്കെ ജനിക്കുമ്പോൾ അപ്പൂപ്പനില്ല, മരിച്ചുപോയി. ആ തെങ്ങിനെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റപ്പെട്ടൊരു തെങ്ങ് നിൽപ്പുണ്ട്, അത്യാവശ്യം വസ്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതല്ലാതെ ഒറ്റപ്പെട്ടൊരു തെങ്ങ് നിൽപ്പുണ്ട്. ഈ തെങ്ങിൻ്റെ കഥ പറയുമ്പോഴാണ് ഈ ഒരു കാര്യം പറയുന്നത്, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവം നമ്മളെ കുടുംബത്തെ മുന്നവേ കണ്ടതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നടക്കുന്നത്. ഒരു ഇടത്തരം ഒരു മീഡിയം ക്ലാസ് ഫാമിലി തന്നെയാണ് ജനിച്ച് വളർന്നു വരുന്നത്. വലിയ 8 പെൺമക്കൾ എല്ലാവരും ഉണ്ടെങ്കിൽ കൂടിയും സാമ്പത്തികപരമായിട്ടായാലും മറ്റു കാര്യങ്ങൾക്കെല്ലാം അത്യാവശ്യം ബുദ്ധിമുട്ട്, എല്ലാവരും വളർന്നു വരുന്നത് പോലെ സന്തോഷവും ദുഃഖവും എല്ലാം കലർന്ന ജീവിതത്തിൽ കൂടെയാണ് നടന്നു വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ സഹോദരിമാർ 2 പേര്, ഒരു ചേച്ചിയും ഒരു അനിയത്തിയും ബാംഗ്ലൂരിലേക്ക് കടന്നുപോയി. അവരാണ് ആദ്യം വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് ബാംഗ്ലൂരിൽ വെച്ച്. അപ്പോഴെല്ലാം നമ്മളിവിടെ മറ്റ് വിശ്വാസങ്ങളുമായിട്ടൊക്കെയും കടന്നുപോയി, ഹൈന്ദവ വിശ്വാസത്തിൽ കൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ കാരണം, ഞാൻ കുഞ്ഞായിരിക്കുന്ന കാലമാണ്. എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് അസുഖം, ഒരു രോഗം വന്നു, TB അങ്ങനെ എന്തോ ആയിരുന്നു. വന്ന സമയത്ത് എത്ര ചികിത്സിച്ചിട്ടും ഇത് വരുന്നില്ല. അങ്ങനെ ബാംഗ്ലൂരിലായിരുന്ന അമ്മാമ്മയുടെ മകൾ, അതായത് അമ്മയുടെ 2ാമത്തെ ചേച്ചി ആണ് പറഞ്ഞത്, ഇങ്ങനെ ഉണ്ട്, നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു വിടുതലുണ്ടാകും എന്ന് പറയുകയും, അമ്മാമ്മയാണ് ആദ്യമായിട്ട് നമ്മൾ ആ ഭവനത്തിൽ നിന്ന് കടന്നു പോകുന്നത്. ബാംഗ്ലൂരിലല്ല, നാട്ടിൽ നിന്നും കടന്നുപോയി. അത്ഭുതകരമായി ദൈവം അവിടെ വിടുവിച്ചു. നമ്മൾ കുഞ്ഞായിരിക്കുന്നതുകൊണ്ട് അറിയില്ല, നമുക്കിപ്പോഴാണ് അങ്ങനെയൊക്കെ വാക്കുകളൊക്കെ പറയാൻ അറിയാമെങ്കിൽ കൂടിയും നമ്മൾ ചെറിയ പ്രായമാണ്, ദൈവം വിടുവിച്ചു. എന്നാലും അമ്മാമ്മ പിന്നീട് പതുക്കെ ഒരു പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങി, പ്രാർത്ഥനയ്ക്കൊക്കെ പോകാൻ തുടങ്ങി. അമ്മ വന്ന് വീട്ടിൽ എല്ലായിടത്തും പറയും, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരിതായിരുന്നു. പിന്നെ പതുക്കെ ഫാമിലിയിലുള്ള മറ്റ് അംഗങ്ങളും ദൈവത്തെ അറിയാൻ തുടങ്ങി. പല കാരണങ്ങളുണ്ട്. ഒന്ന് മറ്റ് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ മനുഷ്യനാൽ മറ്റൊരാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു ആശ്രയം
ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ ആശ്രയം വയ്ക്കുന്നതിലൊരു പരിമിതി ഉണ്ടല്ലോ. ആ പരിമിതിക്ക് അപ്പുറം ദൈവം മാത്രമേ ഉള്ളൂ. അങ്ങനെ ആവശ്യങ്ങൾ വരുമ്പോഴും രോഗങ്ങൾ വരുമ്പോഴും ആശ്വാസമായി ദൈവം അടുത്തുള്ളത് കൊണ്ടും നമ്മളെ തിരഞ്ഞെടുക്കണം എന്ന ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടും നമ്മളെ മുന്നവേ കണ്ടതുകൊണ്ടും ദൈവം ഞങ്ങളുടെ കുടുംബത്തെയും ദൈവം തിരഞ്ഞെടുത്തു. അങ്ങനെ നമ്മൾ ജീവിതം കടന്നുപോയി. ഞാൻ എൻ്റെ പഠനമെല്ലാം തിരുവനന്തപുരത്ത് തന്നെയാണ്. എൻ്റെ പഠനങ്ങൾ +2 വരെയുള്ള കാലഘട്ടം അങ്ങനെയായിരുന്നു. +2 സയൻസ് ഗ്രൂപ്പിൽ തന്നെയായിരുന്നു പഠിച്ചത്. ശാന്തിഗിരിയിലാണ് ഞാൻ പഠിക്കുന്നത്. അവിടെയെല്ലാം പഠിച്ചു. അതിനുശേഷം ഞാൻ തമിഴ്നാടിൻ്റെ ഭാഗത്തേക്ക് നാഗർകോവിലാണ് എൻ്റെ ഹയർ സ്റ്റഡീസ്. ഞാൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് ഞാൻ പഠിച്ചത്. അവിടെ നിന്നാണ് ഞാൻ മീഡിയ എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് വന്നത്. അതൊരിക്കലും ഞാനായി തിരഞ്ഞെടുത്തതല്ല. ഞാൻ എപ്പോഴും പുറകോട്ട് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നു എന്ന് ചിന്തിച്ചാൽ അതിന് ഒരു റീസൺ ഇല്ല. എങ്ങനെയൊക്കെ ദൈവമാൽ കൊണ്ടുവന്നു എന്ന് ഞാൻ ആ ഒരു ഫീൽഡ് വിട്ടു. ഈ മീഡിയ ഫീൽഡിലേക്ക് ആദ്യമായിട്ടൊക്കെ കടന്നു വരുന്ന സമയത്ത് ഇതായിരിക്കില്ല റൈറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റ് ഫീൽഡിലേക്ക് പോയി. പൂർണ്ണമായിട്ടും എനിക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡ് സെലക്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം എനിക്ക് എഞ്ചിനീയറിങ്ങിനോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ നിർബന്ധിതമായി കടന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും അവിടെയൊക്കെയും ഞാൻ ദൈവത്തെ കൂടുതൽ അറിയുന്നതും കൂടുതലായിട്ട് അടുക്കുന്നതും ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും ഈ ബൈബിൾ പൂർണ്ണമായി വായിച്ചു തീർക്കുന്നതും ഞാൻ എൻ്റെ എൻജിനീയറിംഗ് കാലഘട്ടത്തിലാണ്. പൂർണ്ണമായും ബൈബിൾ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു തീർക്കാൻ ഞാൻ അവസാനമായി വായിച്ചു തീർക്കുന്നത് 4ാമത്തെ വർഷം തുടങ്ങുന്ന സമയത്താണ് ഈ ബൈബിൾ വായിച്ചു തുടങ്ങുന്നത്. ഒരു വർഷം കൊണ്ട് 1.5 വർഷത്തിനടുപ്പിച്ച് ഞാൻ വായിച്ചു. അവസാനം കോളേജ് വിടുന്നതിന് മുന്നേ അത് വായിച്ച് കംപ്ലീറ്റ് ചെയ്ത് ആ ബൈബിൾ കൃഷ്ണപ്രസാദ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവനത് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ദൈവം എന്നെ ഓരോ വഴിയിൽ കൂടെ നടത്തുകയായിരുന്നു. ക്യാമറ ചലിപ്പിക്കുന്ന കരങ്ങൾക്ക് ശക്തി പകർന്നത് ഉയരത്തിൽ നിന്നുള്ള ആത്മശക്തിയാണ്. കണ്ണീർ ചിത്രങ്ങൾക്ക് വിരാമമിട്ടത് അമൂല്യമായ വചനത്തിൽ വായിച്ചെടുത്ത ആത്മധൈര്യം പകരുന്ന മുത്തുകളാണ്. മാഞ്ഞു പോകാത്ത ദൃശ്യം പോലെ ഇന്നും ആ ഫ്രെയിമുകൾ മനസ്സിലുണ്ട്. പിന്നീട് എൻ്റെ സെലക്ഷൻ, ഞാൻ മീഡിയ ഫീൽഡിലേക്ക് വന്നപ്പോഴത്തേനും സ്വന്തമായിട്ട് ക്യാമറ, മറ്റു കാര്യങ്ങൾ ഇതൊക്കെ വേണം എന്നുള്ള ആഗ്രഹം കടന്നു വന്നു. ദൈവം ഓരോ പടിയായിട്ട് ദൈവം നമുക്ക് സാമ്പത്തികപരമായിട്ട് അല്ലെങ്കിൽ മറ്റൊരാളെ ആശ്രയിക്കാതെ കടന്നു പോകുമ്പോഴൊക്കെ നമ്മൾ എവിടെയൊക്കെയോ ദൈവത്തെ മറക്കുന്നു എന്നുള്ളൊരു അത് എനിക്ക് ആദ്യം ഉണ്ടായില്ല. പതുക്കെ മീഡിയ ഫീൽഡിൽ പച്ച പിടിച്ച് തുടങ്ങിയപ്പോഴത്തേനും ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുമ്പോഴും വർക്കുകൾ വരുന്നുണ്ട്. ഓൺലൈനായിട്ട് എനിക്ക് വർക്കുകൾ വരുന്നുണ്ട്. ഓൺലൈൻ ചാനലുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. കൊറോണ സമയത്ത് പോലും എനിക്ക് സാലറിക്ക് ഒരു ബുദ്ധിമുട്ട് പോലും വന്നില്ല. കാരണം മീഡിയ ഫീൽഡിലുള്ളവർക്ക് ആ സമയത്ത് ഓൺലൈൻ ന്യൂസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ആ സമയത്തൊക്കെ നല്ല സാലറി കിട്ടുമായിരുന്നു. കാരണം യൂട്യൂബിൽ നിന്നുള്ള വരുമാനമാണല്ലോ. അങ്ങനെ മൾട്ടിപ്പിൾ ചാനൽസിന് വേണ്ടിയിട്ട് എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള ചാനലും തൃശ്ശൂർ, അയർലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ചാനലൊക്കെ വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്ത് ആ സമയത്തൊക്കെ എനിക്ക് പണപരമായ ഒരു ബുദ്ധിമുട്ടും എനിക്ക് വന്നിട്ടില്ല. സാമ്പത്തികത്തിൽ ഞാൻ ഓക്കെ ആയിരുന്നു. വീട്ടിലെ കാര്യങ്ങൾ നടക്കും. എല്ലാവരും ജോലിയെല്ലാം നഷ്ടപ്പെട്ട് ഭവനത്തിൻ്റെ അകത്തിരിക്കുമ്പോഴും എനിക്ക് മാത്രം മാസ സാലറി എൻ്റെ ഭവനത്തിൽ വരുമായിരുന്നു. അങ്ങനെ ഞാൻ പതുക്കെ ദൈവത്തിൽ ആശ്രയം, പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാം ഉണ്ട്, ദൈവത്തിലുള്ളൊരു ആശ്രയം അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു പ്രാർത്ഥനാ ജീവിതം എവിടെയൊക്കെയോ നഷ്ടപ്പെടുന്നു എന്ന് പിന്നീട് ദൈവം തന്നെ മനസ്സിലാക്കാൻ തുടങ്ങി. ഞാൻ ദൈവഹിതം ഇല്ലാതെ, ദൈവത്തോട് ദൈവഹിതം ചോദിക്കാതെ, ദൈവത്തിൻ്റെ ഇഷ്ടം ചോദിക്കാതെ ഒരു ക്യാമറയൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച് തേർഡ് പാർട്ടി ലോണുകളൊക്കെ ഇറങ്ങി. എനിക്ക് കിട്ടില്ല, പകരം ഞാൻ മറ്റൊരാളൊക്കെ വെച്ച് ഞാൻ എന്ത് ചെയ്തു, ലോണും അതൊക്കെ എടുക്കാൻ തുടങ്ങി. ലോൺ എടുത്തു, അവിടം തുടങ്ങി എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ നല്ല രീതിയിൽ ഒരു അടി തരിക എന്ന് പറയില്ലേ, നല്ല രീതിയിൽ ഞാൻ ഭാരപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയി. വർക്കുകൾ വന്നുകൊണ്ടിരുന്ന എല്ലാ വർക്കുകളും പെട്ടെന്ന് നിൽക്കാൻ തുടങ്ങി. കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ ഭാരമേറിയ ലോണുകളും മറ്റു കാര്യങ്ങളും കടന്നു വന്നു. ഞാൻ എങ്ങനെ ഇതിനെ തരണം ചെയ്യും? ആദ്യത്തെ കുറേ നാളെല്ലാം കടന്നുപോയി. പിന്നീട് ഞാൻ ഇതിൻ്റെ റീസണൊന്നും മനസ്സിലാക്കുന്നില്ല. സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ മറ്റ് വർക്കുകൾ ഞാൻ എഡിറ്റിംഗ് കൂടെ ചെയ്യുന്നത് ഉള്ളതുകൊണ്ട് എനിക്ക് അതിൽ നിന്നൊക്കെ വരുന്ന ഇൻകമൊക്കെ വെച്ചിട്ട് ഞാൻ ഈ ലോൺ കോംപ്രമൈസ് ചെയ്ത് തുടങ്ങി. ഈ ലോണെല്ലാം അടഞ്ഞ് തുടങ്ങുന്നുണ്ട്. പക്ഷേ വീട്ടിൽ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പതുക്കെ ഞെരുക്കം അനുഭവപ്പെട്ടു തുടങ്ങി. എനിക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സാമ്പത്തികപരമായി കൊടുക്കേണ്ട അത്ര വരുമാനം എനിക്ക് വരാതെയായി. ഞാനൊരു ആ കാലഘട്ടങ്ങളിലെല്ലാം വല്ലാതെ ഭാരപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ എൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്ത് ചെയ്യണം,
ഒരു നമ്മൾ മാനസിക നില പോലെ തെറ്റിപ്പോകുമോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. പല സ്ഥലങ്ങളിൽ നിന്ന് ലോൺ പെൻഡിങ് ആവാൻ തുടങ്ങി. ബാങ്കുകാർ വിളിച്ച് അവർ ഭയങ്കര രീതിയിൽ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ റീപേയ്മെൻറ്റ് പ്രശ്നമുണ്ട്, അത് അടയ്ക്കണം. അത് എന്നെയല്ല ഡയറക്റ്റായിട്ട് വിളിക്കുന്നത്, ഞാൻ മറ്റൊരു വ്യക്തിയിൽ നിന്നൊക്കെയാണ് എടുത്തേക്കുന്നത്. അവരെ വിളിച്ച് ഫോഴ്സ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കും, എനിക്കത് പ്രഷറാവും. പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ കോൺടാക്റ്റ് കൊടുക്കുക, അവരുടെ അടുത്ത് ഞാൻ സംസാരിക്കാം. അങ്ങനെ സംസാരിക്കുന്നു. ഒരാൾ വിളിച്ചു കഴിഞ്ഞു 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ നേരത്ത് അതേ ബാങ്കിൽ നിന്ന് മറ്റ് ആൾ വിളിക്കും. കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും അവർ കേൾക്കാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ. ആരും ഫോഴ്സ് ചെയ്യുന്നില്ല എങ്കിൽ കൂടിയും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കടന്ന് അടുത്ത ആൾ വിളിക്കുന്നു. 1 മണിക്കൂർ കഴിയുന്ന അടുത്ത വേറെ നമ്പറിൽ നിന്നും മറ്റൊരാൾ വിളിക്കുന്നു, ഇതേ കാര്യം പറഞ്ഞ് വിളിക്കുന്നു. അങ്ങനെ മാനസികമായി ഭയങ്കര ഭാരപ്പെടുന്ന ഒരു അവസ്ഥയിൽ കൂടി കടന്നുപോയി. ഇനി ഞാൻ എന്തു ചെയ്യും? അങ്ങനെ ഞാനൊരു ചാനലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചാനലിലെ വരുമാനമൊന്നും എനിക്ക് ഈ പറയുന്ന ലോണുകളൊന്നും അടച്ച് തീർക്കാൻ പറ്റാത്ത അവസ്ഥ. അതല്ല ക്യാമറ മറ്റു കാര്യങ്ങളെല്ലാം എടുത്തത്, ക്യാമറ കൊണ്ട് വർക്കില്ല. അങ്ങനെ ഞാൻ മറ്റു ചാനലിലൊക്കെ വർക്ക് ചെയ്തു. വല്ലാത്തൊരു രീതിയിൽ ഭാരപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ കൺട്രോൾ അങ്ങ് പോയി. ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ അറിയാതെ അങ്ങ് കരഞ്ഞുപോയി. നിലവിളിച്ച് കരയുമെന്ന് പറയുന്നത് പോലെ ഞാൻ ഫുൾ നിലവിളിച്ച്, എനിക്ക് എൻ്റെ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത അത്ര ഭാരം എൻ്റെ ശരീരത്തിലേക്ക് വന്നു. കരയുക എന്നുള്ളതല്ലാതെ എനിക്ക് വേറൊരു ഇതില്ലായിരുന്നു. ഒറ്റയ്ക്ക് ഓഫീസിലിരുന്നിട്ട് CCTV വെച്ചിട്ടുണ്ട്. ഞാൻ എന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മോണിറ്റർ മറച്ച് വെച്ചിട്ട് ഞാൻ കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് എനിക്ക് എൻ്റെ ശരീരത്തിലത് താങ്ങാൻ പറ്റാതെ ഞാൻ താഴെ നിലത്തിരുന്നിട്ട് അത് ക്യാമറയിൽ സെൻസ് ചെയ്യും. ഓട്ടോമാറ്റിക് ക്യാമറ ആയതുകൊണ്ട് തന്നെ, മോഷൻ സെൻസർ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ എന്ത് അനങ്ങിയാലും അപ്പോഴും ക്യാമറ തിരിയും. അത് കണ്ടിട്ട് ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇഴഞ്ഞ് ചീഫ് എഡിറ്റർ റൂമിലേക്ക് ഞാൻ കയറി. അവിടെ ക്യാമറയില്ല. അവിടെ നിലത്ത് കിടന്ന് ഞാൻ കരഞ്ഞു, ദൈവം എന്താണ് ഇങ്ങനെ വന്നത്? അപ്പോൾ ദൈവം എൻ്റെ മനസ്സിൽ തന്നതാണ്, ദൈവത്തോട് ചോദിക്കാതെ, ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഞാൻ ചെയ്ത സാമ്പത്തികപരമായിട്ടുള്ള ഈ ഒരു ഇടപാട്. അത് ദൈവമല്ല കാരണക്കാരൻ, ഞാൻ തന്നെയാണ്. ദൈവത്തോട് ചോദിച്ചാണ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ഉത്തരവാദി ദൈവമായിരുന്നേനെ. പക്ഷേ ഞാൻ ദൈവത്തോട് ചോദിക്കാതെ, ദൈവത്തോട് ഒരു മറുപടി പോലും, അല്ലെങ്കിൽ ദൈവമേ ഇതിന് ഹിതമാണോ എന്ന് പോലും ചോദിക്കാതെ ഞാൻ ആ ഭാരമേറിയ അതിനെടുത്ത് ഞാൻ എൻ്റെ തോളിൽ തന്നെയാണ് വെച്ചത്. അത്രയും ഭാരത്താൽ ഞാൻ വല്ലാതെ കരഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ എനിക്ക് ആ ക്യാമറ വിൽക്കാൻ കൊടുത്തിട്ട് പോലും പ്രതീക്ഷിക്കുന്ന മേടിച്ചതിൻ്റെ പകുതി പോലും കിട്ടുന്നില്ല. അത്രയ്ക്ക് ഭാരത്തിലിരിക്കുന്നത്, എന്ത് ചെയ്യും? അങ്ങനെ ഞാനൊരു സ്ഥലത്ത് ഇത് വിൽക്കാൻ വേണ്ടി കൊടുത്തു. അത് വിറ്റ് പോകുന്നില്ല. 1 ആഴ്ചയായി 2 ആഴ്ചയായി അത് വിറ്റ് പോകുന്നില്ല. എന്നെ ഈ ലോണുകാർ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ച് തുടങ്ങി. തൽക്കാല ആശ്വാസമെങ്കിൽ എനിക്കതിൽ നിന്ന് ലഭിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കരയാൻ തുടങ്ങി. എന്നിട്ട് അവിടെ കിടന്ന് തന്നെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇത് എൻ്റെ തെറ്റാണ്, എൻ്റെ ആ ഭാരം ഞാൻ മനസ്സിലാക്കി. ഞാൻ ദൈവത്തിനും പ്രയോറിറ്റി കൊടുക്കാതെ, ദൈവഹിതം നോക്കാതെ ഞാൻ ചെയ്ത ആ കാരണം കൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് ഞാൻ കരയാൻ തുടങ്ങി. എനിക്കന്ന് മുടിവെട്ടാനോ താടി ഷേവ് ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലെ ഒന്നും പറ്റുന്നില്ല. എനിക്ക് ഒന്നിനും സാധിക്കാത്ത ഭയമായിരുന്നു. വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ ഭയം. കിടക്കുമ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കും. ആരെങ്കിലും ഗേറ്റിൽ വരുമ്പോൾ ബാങ്കുകാരാണോ എന്ന് തോന്നിപ്പോവും. അങ്ങനെ ഭയങ്കര ഭീതിയും ഭയവും നിറഞ്ഞ ഇതിൽ കൂടെയാണ് കടന്നുപോയത്. പക്ഷേ ഞാൻ അവിടെ കരഞ്ഞ് അല്പം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു ആശ്വാസം എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. എന്തിനും നേരിടാം. എൻ്റെ തെറ്റിനെ ഞാൻ മനസ്സിലാക്കി ദൈവത്തോട് ഏറ്റു പറഞ്ഞപ്പോഴത്തേക്കും എവിടെ നിന്നെന്നറിയില്ല ആ ആശ്വാസം വന്നു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ക്യാമറ കൊടുത്ത സ്ഥലത്തുനിന്ന് പറഞ്ഞാൽ ക്യാമറ സെയിലായിട്ടുണ്ട്, ആ എമൗണ്ട് ഇട്ടേക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര സന്തോഷത്തിലായി. ആ പൈസ എടുത്ത് ഞാൻ ബാങ്കിൽ കുറേ പേയ്മെൻറ്റ്, അതുകൊണ്ട് ഫുൾ ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഉദ്ദേശിച്ച അത്ര കിട്ടുന്നില്ലല്ലോ. എന്നാലും താൽക്കാലികമായിട്ട് അവരുടെ ഈ ഫോൺ കോളിൽ നിന്ന് ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനത് ക്ലോസ് ചെയ്തു. പകുതി വരെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഒതുക്കി പെൻഡിങ്ങും കാര്യങ്ങളെല്ലാം തീർത്തു. കാരണം ഒരു ബാങ്കല്ല, പല ബാങ്കുകളിൽ നിന്നാണ് എടുത്തത്. കാരണം ഒരു ആക്സസറിക്ക് വേണ്ടിയിട്ട്, ഒരു ക്യാമറ, ഒരു ഫുൾ ബോഡി മാത്രമേ കിട്ടുള്ളൂ. അതിൻ്റെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടിയിട്ട് പല ലോണുകളായിട്ട് എടുത്താണ് ഒരു വലിയൊരു ഇതാക്കി വച്ചേക്കുന്നത്, ഒരു സെറ്റപ്പാക്കി തന്നെ വച്ചേക്കുന്നത്. പിന്നെ അതെല്ലാം വിൽക്കേണ്ട അവസ്ഥ വന്നു. ദൈവഹിതമില്ലാതെ വന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഇറങ്ങിപ്പോയി. എന്നാൽ നമ്മൾ ഒരു ഭൂമിയിൽ ഒരു തെറ്റ് അതൊരു തെറ്റാണെന്ന് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കി. ആ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കണം എന്ന് പറഞ്ഞ് പൂർണ്ണമായി ദൈവം എന്നെ അതിൽ നിന്ന് വിടിവിച്ചു എന്ന് എനിക്കൊന്ന് പറയാനൊന്നും പറ്റില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന മറ്റുള്ളവരാണെങ്കിൽ തീർച്ചയായും അവരെന്നീ ഈ ലോകത്തു നിന്നും മാറ്റപ്പെടാം എന്ന് സ്വയം തീരുമാനിക്കുന്ന അവസ്ഥയിൽ കൂടെ കടന്നു പോകുമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ചിന്ത പോലും ദൈവം തരാതെ, പലപ്പോഴും അങ്ങനെയുള്ള പൈശാചികപരമായിട്ട് ഒരു ഫോഴ്സ്, അങ്ങനെ ഒരു അറ്റാക്ക് ചെയ്യാൻ ഇടവരാതെ ദൈവം എന്നെ അവിടെ താങ്ങി. നമ്മൾ ഈ പറയുന്നത് പോലെ എനിക്കൊരു പൂർണ്ണമായും ദൈവം എന്നെ എല്ലാത്തിൽ നിന്നും വിടിവിച്ചു എന്നുള്ളതല്ല, ആ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും
തീയിൽ കൂടെ കടന്നു പോകുമ്പോഴും കൂടെ ഉള്ള ഒരു ദൈവമുണ്ട്. ഞാൻ കൂടെ ഉണ്ടടാ, നിന്നെ ഞാൻ പഠിപ്പിക്കുകയാണ്, ഞാൻ നിന്നെ പണിതെടുക്കും എന്ന് പറയുന്ന ഒരു ദൈവശബ്ദം എൻ്റെ കൂടെ ഉണ്ട്. അത് തന്നെയാണ് എൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് അത് തന്നെയാണ്. എനിക്കൊരു വിടുതൽ, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ ശാരീരികപരമായിട്ടോ ദൈവം എന്നെ വിടുവിച്ചു. ഇത്രയേറെ പ്രതിസന്ധികളുണ്ട്, എൻ്റെ ആ വിടുതലാണ് എൻ്റെ സാക്ഷ്യം എന്നുള്ളതല്ല. ഈ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴും എന്നെ വിടാതെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. അത് നമ്മൾ അറിയണം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ, പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അരികിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തീയിൽ കൂടെ കടന്നു പോയാലും തീ ഞങ്ങൾ ദഹിപ്പിക്കുകയില്ല. ആ ഒരു അനുഭവമാണിത്. അത് നമ്മൾ തൊടാതെ വണ്ണം. ഒരാൾ പോലും ഇപ്പം എന്നെ ഒരു ബാങ്കിൽ നിന്നോ വല്ലാതൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. കാരണം ആ ഒരു സ്റ്റേജ് ദൈവം അതിൽ നിന്ന് കടത്തി വിട്ടു. എൻ്റെ വിവാഹത്തിന് മുന്നേ ആയിരുന്നു ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കടന്നു വരുന്നത്. വിവാഹത്തിന് ഏകദേശം ഒരു 2 വർഷം മുന്നേ, 2-3 വർഷം മുന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഞാൻ അതിന് ദൈവത്തിൽ സമർപ്പിച്ച് കഴിഞ്ഞു. എനിക്ക് വർക്കൊന്നും ഇല്ലായിരുന്നു. തുടർന്ന് എനിക്ക് വർക്കുകൾ വരാൻ തുടങ്ങി. ഞാൻ പോലും അറിയാതെ പല ആൾക്കാരെന്നെ വിളിച്ചിട്ട് എൻ്റെ വർക്കുണ്ട്, അത് ചെയ്യണം എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് വർക്കുകൾ വരാൻ തുടങ്ങി. ഞാൻ വീണ്ടും സാമ്പത്തികത്തിൽ കോൺസ്റ്റൻ്റ് ആയി, അതൊന്ന് സ്റ്റേബിളായി തുടങ്ങി. കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. വീട്ടിലും അത്യാവശ്യ കാര്യങ്ങളും ഒക്കെ നടന്നു പോകുന്നുണ്ട്. ലോണുകളെല്ലാം, ബാക്കിയുള്ള ലോണുകളെല്ലാം അടഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ദൈവം നടത്തി. എന്നാൽ പൂർണ്ണമായി ദൈവം അതിൽ നിന്ന് എടുത്ത് മാറ്റില്ല. ഒരുപക്ഷെ ഞാനത് പൂർണ്ണമായും ദൈവം ആ ലോണുകളെടുത്ത് ഞാൻ ദൈവത്തെ മറന്നാലോ? ദൈവത്തിനറിയാം എവിടെ പണിയണം, എവിടെ എങ്ങനെ ഉടയ്ക്കണമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടുകൊണ്ട് തന്നെ ദൈവം ഇതുവരെ നടത്തിക്കൊണ്ടുവന്നു. ദൈവകൃപയാൽ ദൈവം ഇപ്പോൾ വർക്കുകളൊക്കെ തരുന്നുണ്ട്. ഫ്രീലാൻസായിട്ട് നിൽക്കുമ്പോഴും ഒരുപാട് വർക്കുകൾ ദൈവം തരുന്നുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ അഡ്വർടൈസ്മെൻറ്റൊക്കെ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ദൈവം ഇത്രത്തോളം എന്നെ നടത്തി. ദൈവത്തെ മാത്രമേ എനിക്ക് ഉയർത്താനുള്ളൂ. കാരണം ഈ പ്രശ്നങ്ങളെ മധ്യയിലും തളർന്നു പോകാതെ ദൈവം എന്നെ താങ്ങുന്നുണ്ട്, കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം. അതുപോലെ തന്നെ എൻ്റെ ആത്മീക ജീവിതത്തിൽ ഞാൻ ചർച്ചിലൊക്കെ ഇരിക്കുമ്പോൾ, വർഷങ്ങളായി ഞാൻ ചർച്ചിലിരിക്കുന്നു, എല്ലാവരെ പോലെയും കടന്നു വരുന്നു, ഇരിക്കുന്നു. ദൈവം എന്താണ് എൻ്റെ ദൈവത്തിന് എന്നോടുള്ള പദ്ധതി? ഞാൻ അതിനുശേഷം ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം സാമ്പത്തികത്തിൻ്റെ പുറകെ പോകാതെ, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ളൊരു നന്മയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഫോഴ്സ് ചെയ്യാതെ, ലഭിക്കുന്നത് അത് ഓക്കെ, ഇത്രയാണോ, നിങ്ങൾ ഓക്കെയാണ്, ഞാൻ അങ്ങനെ പോയി വർക്ക് ചെയ്യണം. ഞാനൊരു ഡിമാൻഡ് ചെയ്യില്ല. ഒരു ഡിമാൻഡ് ഞാൻ പറയും, ഇത്ര കിട്ടുമോ എന്നൊക്കെ ഞാൻ ചോദിക്കും. ഇത്ര ഇല്ല, ഓക്കെ, ഞാൻ അതിൽ സാറ്റിസ്ഫൈഡാണ്. കാരണം ഞാൻ അതിന് ഊന്നൽ കൊടുക്കാതെ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ തന്നെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും എന്നെ ഇങ്ങനെ ഉടയ്ക്കുന്നത്, എന്നെ ഇങ്ങനെ പണിയുന്നത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. എൻ്റെ ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഞാനിതുപോലെയാണ്. ചർച്ചിൽ വർഷങ്ങൾ കൊണ്ട് വരുന്നു, കുഞ്ഞുനാൾ തൊട്ടേ വരുന്നു, പ്രാർത്ഥിക്കുന്നു, കടന്നു പോകുന്നു, ആരാധിക്കുന്നു എന്നുള്ളതല്ലാതെ ദൈവത്തിന് എന്താണ് ആ സഭയിൽ എന്നെക്കൊണ്ട് പ്രയോജനമെന്ന് ഞാൻ ചോദിക്കാൻ തുടങ്ങി. ദൈവം എന്നും എനിക്ക് ഇങ്ങനെ വന്ന് ആരാധിച്ചിട്ട് കടന്നു പോകുവാനാണോ, ഒരു മീറ്റിംഗ് വരുമ്പോൾ കടന്നിരുന്ന് പോകാനാണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ച് പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ എവിടെ ചിന്തിച്ചു തുടങ്ങി, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി, ദൈവം എൻ്റെ ജീവിതത്തെ വീണ്ടും മാറ്റാൻ തുടങ്ങി. പൊതുവെ എൻ്റെ കുഞ്ഞിലത്തെ സ്വഭാവം ഒക്കെ ആണെങ്കിൽ ഒരു 10ാം ക്ലാസ് വരേക്ക് ഞാൻ ഭയങ്കര ഒരു ഷൈ ആയിരുന്നു. വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം പുറത്തിറങ്ങില്ല, നാണമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു വേദിയിലൊന്നും പോയി നിൽക്കാനുള്ള ഗട്ട്സൊന്നും എനിക്കില്ല. ചെന്ന് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഫേസ് ചെയ്യണം, സ്റ്റേജിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ദൈവം അവിടേക്ക് ഒരു ധൈര്യം എനിക്ക് തന്നു തുടങ്ങി. ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്യാതെ, ഇന്ന് ഇവിടെ ഞാൻ ഈ ക്യാമറയുടെ മുന്നിൽ ഇരിക്കുമ്പോഴും ഞാനൊന്നും പ്ലാൻ ചെയ്യാതെയാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത്. ദൈവം എന്ത് തരുന്നു അത് പറയുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹവും. എൻ്റെ ആ സഭയിൽ ഞാനങ്ങനെ കടന്നു പോകുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു തുടങ്ങി, ദൈവം എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി? എന്നെക്കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും ഞാൻ ചെയ്യുവാൻ, വെറുതെ ഒരു വിശ്വാസി എന്ന പോലെ വന്ന് കടന്നു പോകാനാണോ ദൈവം ആഗ്രഹിക്കുന്നത് എന്നൊക്കെയും ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി. പെട്ടെന്നാണ് ചർച്ചിൽ പറയാൻ തുടങ്ങി, വർഷിപ്പ് ലീഡ് ചെയ്യാൻ വേണ്ടി കയറണം എന്ന് പറയാൻ തുടങ്ങി. ഞാൻ വേറൊന്നും, ദൈവം തന്ന അവസരം അതുപോലെ ഞാൻ ഉപയോഗിച്ചു. ഞാൻ ഇന്ന് ചർച്ചിൽ വർഷിപ്പ് ലീഡ് ചെയ്യുകയാണ്. ദൈവം അതിന് എന്നെ അത്രത്തോളം ദൈവം എന്നെ മാനിച്ചതിനായി, ആ ഒരു ശുശ്രൂഷയിലേക്ക് ദൈവം എന്നെ വിളിച്ചതിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം എന്നെ അവിടെ നടത്തി
ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ വന്നപ്പോൾ സൺഡേ സ്കൂൾ പഠിപ്പിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ വന്നു. അങ്ങനെ ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ വർഷിപ്പ് ലീഡ് ചെയ്യുന്നു, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നു. ദൈവത്തിന് വേണ്ടി എത്രയെങ്കിലും ചെയ്യാൻ കഴിയുന്നതിൽ ഞാൻ അത്രത്തോളം ഒരു പ്രൗഡാണ്. കാരണം ഞാൻ ലോകത്തിലെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ മുൻതൂക്കം കൊടുത്തു. അതൊക്കെയും എന്നെ വല്ലാതെ സങ്കടത്തിലാക്കുകയും വല്ലാതെ എന്നെ തളർത്തുകയും ചെയ്തപ്പോൾ, പക്ഷേ എനിക്ക് ഇന്ന് ഞാൻ അഭിമാനത്തോട് പറയും, എനിക്ക് ഒരു ഇന്നർ പീസ് അല്ലെങ്കിൽ ഉള്ളിലൊരു സമാധാനം എനിക്കിന്നുണ്ട്. അത് ദൈവം തരുന്ന സമാധാനമാണ്. ദൈവം എന്നെ വിടുവിക്കും. കൂടെ നിൽക്കുന്നൊരു ദൈവം കൂടെയുണ്ട്. ഇന്ന് ഈ കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സമ്പാദ്യത്തിന് വേണ്ടിയില്ല. ആ സമ്പാദ്യമല്ലേ ഇവിടെ അഴിഞ്ഞു പോകും. നമ്മൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. നമുക്ക് നിത്യത എന്ന് പറയുന്നൊരു വലിയൊരു അവകാശം ദൈവം വച്ചിട്ടുണ്ട്. ഇന്നെല്ലാവരും ലോകം അതിൻ്റെ സമ്പാദ്യത്തിന് വേണ്ടിയും കടത്തിനും മേൽ കടവുമായിട്ടൊക്കെയും ഓരോ ആൾക്കാർ അതിനെ എങ്ങനെ തീർക്കും, എങ്ങനെ കരുതും എന്ന് പറഞ്ഞ് ഓടുമ്പോൾ നമ്മൾ കുറച്ച് സമയം ദൈവമേ ഇത് എൻ്റെ പിഴവ് കൊണ്ടുണ്ടായ ഒരു സാമ്പത്തിക ബാധ്യതയാണോ എന്ന് മനസ്സിലാക്കി നമ്മളതിന് വിട്ടുകൊടുത്ത് ദൈവത്തിൽ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ദൈവം നമുക്കൊരു ഇന്നർ പീസ് തരും. ദൈവത്തിന് സമയമാകുമ്പോൾ ദൈവം വിടുവിക്കുകയും ചെയ്യും. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പണം വേണ്ട എന്നുള്ളതൊന്നുമല്ല, പണം വേണം. ദൈവം അത് മാനിക്കുക തന്നെ ചെയ്യും. പക്ഷേ ദൈവത്തിന് മറ്റൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടി നമ്മളൊന്ന് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവം നമ്മളെ ഉപയോഗിക്കും. രാജ്യത്തിന് വേണ്ടി ദൈവം ഞങ്ങളെ ഉപയോഗിക്കും. നമ്മൾ സാമ്പത്തികപരമായിട്ടോ രോഗപരമായിട്ടോ ഒരു വിടുതൽ വരുമ്പോഴല്ല നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരു സാക്ഷി ആവേണ്ടത്. എല്ലാവരും സാക്ഷ്യമെന്ന് പറയുമ്പോൾ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ സാക്ഷ്യമെന്ന് പറയുമ്പോൾ ഒരു വിടുതൽ ലഭിക്കുമ്പോൾ മാത്രമല്ല ഒരു സാക്ഷി ഉണ്ടാകുന്നത്. നമ്മളെ ജീവിത യാത്ര അതും ഒരു സാക്ഷി തന്നെയാണ്. ഓരോ ദിവസവും ദൈവം നടത്തുന്നത് ഒരു സാക്ഷ്യം തന്നെയാണ്. ഞാനിന്ന് കടന്നു വരുമ്പോഴും എന്ത് പറയണം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ഞാൻ കടന്നു വന്നത്. പക്ഷേ ദൈവം നടത്തുന്ന വഴികൾ, അതാണ് എൻ്റെ സാക്ഷി എന്ന് പറയുന്നത്. ദൈവം നമുക്ക് ഓരോ ദിവസവും ഉണ്ണുവാനും അതുപോലെ തന്നെ നമുക്ക് യാത്ര ചെയ്യാനും അല്ലെങ്കിൽ അപകടങ്ങളിൽ നിന്നൊക്കെയും വിടുവിക്കുന്നത് നമ്മളെ സാക്ഷ്യം തന്നെയാണ്. ചെറുതായി നമ്മൾ കണ്ടാൽ പോലും അത് വലുത് തന്നെയാണ്. എങ്കിൽ കൂടിയും ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ഒത്തിരി പേര് പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടായാലും രോഗത്തിൻ്റെ പിടിയിലായാലും കടന്നു പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് അവരോട് വല്ലതും പറയാനുള്ളത്, അത് വിടുവിക്കുമ്പോൾ മാത്രം ഒരു സാക്ഷ്യമായി നിൽക്കുക എന്നുള്ളതല്ല. എന്നെ ദൈവം വിടുവിച്ചാൽ ഞാൻ സാക്ഷി പറയും എന്നുള്ളതല്ല. ആ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ കരുതുന്നില്ലേ? ദൈവം നമുക്കൊരു ആശ്വാസം തരുന്നില്ലേ? പക്ഷേ മനുഷ്യരെ നോക്കുമ്പോൾ എത്രയോ പേർ അവർ സ്വന്തമായ ജീവനെ ഒടുക്കുന്ന പ്രശ്നങ്ങളാണ്. അവർ ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും ഓവറായി റിയാക്ട് ചെയ്യുന്ന എത്രയോ പേർ ഈ ലോകത്ത് ചുറ്റുമുണ്ട്. പക്ഷേ എന്നാൽ ദൈവം നമ്മളെ അവിടെയൊക്കെയും ഒരു സ്തോത്രം പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ നമ്മളെ വളർത്തിയത് ആ ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ ലോകം വഷളത്വം നിറഞ്ഞും ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തമ്മിൽ കുത്തിയും ഒക്കെയും ഈ ലോകത്തിൻ്റെ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ദൈവമക്കളായ നമുക്ക് ദൈവം തരുന്നൊരു പ്രത്യാശയുണ്ട്. ദൈവം നമ്മളെ രക്ഷിക്കും. നമുക്ക് നമ്മുടെ ശരീരത്തോടോ മറ്റുള്ളവരോടോ നമുക്ക് പ്രതികാരമോ വൈരാഗ്യമോ ഒന്നുമില്ല. ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട്, നടത്തുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെയും ദൈവം മാറ്റും. ദൈവം നമ്മളെ നടത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ നമ്മൾ സമയം കണ്ടെത്താൻ തുടങ്ങിയാൽ ദൈവം അവിടേക്ക് വിടുവിക്കുമെന്ന് ഞാൻ ഉറപ്പോടുകൂടി പറയുന്നുണ്ട്. ഞാൻ പ്രശ്നങ്ങൾ കൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. എങ്കിലും പല സമയങ്ങളിലും ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെയും ആ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കാറുണ്ട്. ദൈവം എന്നോട് സംസാരിക്കുന്നത് ഞാൻ അറിയണ്ട, മോനെടാ ഞാൻ കൂടെ ഉണ്ട്, നീ പേടിക്കണ്ട. അപ്പോഴൊക്കെ എൻ്റെ കണ്ണ് വല്ലാതെ നിറയുന്നൊരവസ്ഥയുണ്ട്. ദൈവം എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്കൊരു ബലമുണ്ട്. ആരും ആദ്യ കാലഘട്ടങ്ങളിലൊക്കെയും ഒരു വല്ലാത്ത രീതിയിൽ പ്രഷർ ചെയ്തുകൊണ്ടിരുന്നവരൊന്നും ഇപ്പോൾ പ്രഷർ ചെയ്യുന്നില്ല. കാരണം അവിടെയൊക്കെയും ദൈവം വലിയൊരു വിടുതൽ തന്നു. ദൈവം സാമ്പത്തികപരമായി വേണ്ടുന്ന രീതിയിലൊക്കെ നടത്തുന്ന ദൈവത്തിൻ്റെ കൃപയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കനൽ നിറഞ്ഞ പാതകളിലും തകരാതെ കാത്ത ദൈവത്തിന് നന്ദി കരേറ്റുന്ന അഭിജിത്തിൻ്റെ ഓരോ വാക്കുകളും നമുക്ക് പ്രചോദനമാവുകയാണ്. കണ്ണുനീരിൽ നിന്ന് തുറക്കപ്പെട്ട ആനന്ദവാതായനങ്ങൾ നമ്മുടെ മനസ്സുകളിൽ പുതിയ ഫ്രെയിമുകൾ രൂപപ്പെടുത്തുകയാണ്. യേശു എന്നെ അനുദിനം